സൂപ്പർ സ്റ്റാർ. മായും HROTയും ഇനിയും പ്രോഗ്രാമുകളായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആദ്യം തന്നെ ഒരു സിനിമയുടെ ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ് കാണാം. രാഷ്ട്രീയവും മീഡിയയും ഇത് രണ്ടും തന്നെ ജനങ്ങൾക്ക് ഗുണപ്രദമുള്ള ഒരു കാര്യമായിട്ടാണ് ഉള്ളത്. രാഷ്ട്രീയവും മീഡിയയും. രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു വരുന്നത്. ആ ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങൾക്ക് ഭയങ്കര ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നത്. ഒന്ന്. സെക്കൻഡ്, മീഡിയ എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു മീഡിയ ആയിട്ടാണ് നമ്മൾ മലയാളികൾ അല്ല കേരളത്തിലെ മൊത്തം എല്ലാ ആൾക്കാരും കാണുന്നത്, അല്ലേ? രാഷ്ട്രീയവും മീഡിയയും ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ രണ്ടറ്റങ്ങളിൽ ഉറിഞ്ചി വളരുന്ന രണ്ട് ചെന്നായ്ക്കൾ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് 2014 തുടങ്ങിയ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന കമ്പനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് HROTT എന്ന പരിപാടിയുടെ ഒരു പ്രൊമോഷനുമായിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ രണ്ട് വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും രണ്ട് വീഡിയോ ക്ലിപ്പാണ്. ഇത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്, ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. മറ്റു പല കമ്പനിയിലെ ആൾക്കാർ ഈ കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം വലിയ ഹാപ്പി ആയിട്ട് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയിൽ വന്നുകൊണ്ടിരിക്കും. മറ്റു പല കമ്പനിയിലെ ആൾക്കാർക്കും ബുദ്ധിമുട്ടായി, കാരണം വെച്ചാൽ അവരുടെ കമ്പനി ആൾക്കാരാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇതിനെ അടിച്ചമർത്താം എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയവും മീഡിയയും ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ രണ്ടറ്റങ്ങളിൽ ഉറിഞ്ചി വളരുന്ന രണ്ട് ചെന്നായ്ക്കൾ. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ കേസിൻ്റെ തിരമുറക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ആരാണെന്ന് അറിയാം. കൃത്യമായിട്ടും ഈ MLA-യും ഈ റിട്ടയർഡ് പോലീസുകാരനൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആര്. നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ കേരളത്തിൽ തന്നെ പ്രതിനിധിക്കുന്ന ഈ കമ്പനിക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ആ കമ്പനിയെ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കമ്പനിക്ക് വേണ്ടത്. അല്ലാണ്ട് മറ്റുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കമ്പനിയെ അടിച്ചമർത്തിയാണ് വേണ്ടത്. ഒരു കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കമ്പനിയെ തരണം ചെയ്ത് വരികയല്ലേ വേണ്ടത്. ഒരു യഥാർത്ഥ നേതാവ്, ഒരു യഥാർത്ഥ രാഷ്ട്രീയ നേതാവ്, ഒരു യഥാർത്ഥ ചാനൽ ചെയ്യേണ്ടത് ഒരു യഥാർത്ഥ സംഭവത്തെ സത്യസന്ധമായി പുറംലോകത്തെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പല ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇപ്പം 5, 6, 7, 8 മാസമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇനിയിപ്പോൾ കോടതി വിധി വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പോലും ഇപ്പോൾ തന്നെ നമ്മുടെ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കമ്പനിക്കെതിരെ മാസങ്ങളായി പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത് പറയുന്നത്, ഈ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ, ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ എന്ന് പറയുന്നത് ഹൈറിച്ചുമായിട്ട് യാതൊരു ബന്ധമില്ല ഒരു ആൾ. അദ്ദേഹം തന്നെ പറയുന്ന ഒരു ചെറിയൊരു വോയിസ് ഞാൻ ഇപ്പോൾ തരാം. ഞാനാണെങ്കിൽ ചോദിക്കും, ഞാൻ ഹൈറിച്ചിലില്ല, എൻ്റെ രൂപ പോയിട്ടില്ല ഹൈറിച്ചിൽ. ഞാനാണെങ്കിൽ തുറന്ന് അവൻ്റെ മുഖത്ത് നോക്കിയും ചോദിക്കും, മനസ്സിലായില്ലേ? മറ്റവൻ ലെഫ്റ്റായി എന്ന് ഓർത്തിട്ട് നീ രക്ഷപ്പെടുമൊന്നും വേണ്ട. നീ കണ്ണി കണ്ടുവന്നവനെല്ലാം നീ പബ്ലിക്കായിട്ട് തെറി പറഞ്ഞിട്ട് നീ അങ്ങനെ മാന്യനായിട്ട് നിൽക്കാനോ? നിന്റെ ഫാമിലിയുടെ ഫോട്ടോ അടക്കം നമ്മുടെ കയ്യിലുണ്ട്. ഫനൂസ്ക പറഞ്ഞ നല്ലൊരു അഭിപ്രായമാണ്, വാലിഡ് പോയിന്റ് ആണ്. അല്ല, ഈ ഗ്രൂപ്പിൽ ഈ ആൾക്കാരിലും അവരെ ഹെൽപ്പോടെ അല്ലല്ലോ ഇതുവരെ എത്തിച്ചത്.
പിന്നെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ പ്രവർത്തനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. കോർ ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ട് വന്ന് ചെയ്യാം. ഇവരെ വളരാൻ വിടരുത്, അത്രയേ ഉള്ളൂ. ഈ ഗ്രൂപ്പ് ഉണ്ടായിട്ടും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം നമ്മൾ സൈഡിലൂടെ ചെയ്യാം. അയാളെ ഇത് ഇല്ലോണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഇനി വലിയ ഇത് ഉണ്ടാവും തോന്നുന്നില്ല. പരമാവധി ചെയ്തില്ലേ, മതിയാക്കാൻ തന്നെ തോന്നുന്നത്. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരെ ഗ്രൂപ്പിൽ 100-500 ആൾക്കാരെ ഗ്രൂപ്പിൽ ഇങ്ങനെ കുത്തിക്കൊള്ളിച്ചെന്നിട്ട് നമ്മളിങ്ങനെ രാവിലെ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതായത് നമ്മളൊരു 4-5 മാസമായിട്ട് പ്രവർത്തനങ്ങൾ എന്തായാലും നമ്മളെ ഈ മേഖല നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് നമുക്ക് നമ്മുടെ കോർ ഗ്രൂപ്പിലേക്ക് നമ്മുടെ പ്രവർത്തനം ചുരുക്കാം. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരെ ഗ്രൂപ്പിൽ 100-500 ആൾക്കാരെ ഗ്രൂപ്പിൽ ഇങ്ങനെ കുത്തിക്കൊള്ളിച്ചെന്നിട്ട് നമ്മളിങ്ങനെ രാവിലെ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ, ഞാൻ പറയുന്നതേ നമ്മുടെ അഡ്മിൻസ്, കോർ ഗ്രൂപ്പ് അംഗങ്ങൾ, ബാക്കിയുള്ളവർ ഇവിടെ ഈ ഒരു നമ്മളൊരു ഒരു ഒരു യുദ്ധം നടത്തും. അതിൽ നമ്മളോട് സപ്പോർട്ടുള്ളവർ അവരുടെയൊക്കെ ഒരു അഭിപ്രായം അറിയിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പ് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് അടച്ച് ക്ലോസ് ചെയ്തിടാം. ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുറച്ച് വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് ആരൊക്കെയാണ് ഹൈറിച്ചിനെതിരെ വാർത്തകൾ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. കേരള, കർണാടക, തമിഴ്നാട് ലോട്ടറി പോലെയാണ് അവൻ്റെ പേജിൽ ഹൈറിച്ചിനെതിരെ കുറിച്ചുള്ള വീഡിയോകളുള്ളത്. നിരന്തരം അവൻ്റെ പേജിൽ വേറെ ഒന്നുമില്ല, ഇതന്നെ ഹൈറിച്ച് തന്നെയാണുള്ളത്. അപ്പം നിരന്തരമായി കമ്പനിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇത്രയും സിറ്റുവേഷനിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ. എന്നിട്ടും നമ്മുടെ കമ്പനി കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിധി വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ വിധി വരാൻ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ള പല ആൾക്കാരും പല കമ്പനിയിലേക്കും ചേക്കേറിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. ഹൈറിച്ചിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ, ഹൈറിച്ചോട് നെഞ്ചോട് ചേർത്തവർ, ഹൈറിച്ച് കൊണ്ട് തിരിച്ചു വരാനായി കാത്തിരിക്കുക. മാസങ്ങളോളം റിഹേഴ്സൽ ചെയ്തൊരു പരിപാടി, HROTTയുടെ ഒരു പരിപാടി, ഇതൊരു പരിപാടിയിൽ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. ഇപ്പോൾ അന്യനായിട്ടല്ല വന്നത്, യന്ത്രനായിട്ട് ഈ സിസ്റ്റത്തിനകത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഷോകളിലായിട്ടും അല്ലെങ്കിൽ സ്ക്രീനിലൊക്കെ ആയിട്ടും ഞാൻ കണ്ടിട്ടുള്ള, ഇഷ്ടപ്പെട്ടിട്ടുള്ള, ആരാധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ മായിലുള്ള ഭൂരിഭാഗം ആൾക്കാരും. നമ്മൾ വന്ന ഫീൽഡ് അത് തന്നെ ആയതുകൊണ്ട് തന്നെ അത് എത്ര പ്രായമാണെങ്കിലും അത് തീർച്ചയായിട്ടും അത് ബ്ലഡിൽ ഉള്ളത് തന്നെയാണ്. സ്റ്റേജ് പരിപാടിക്ക് ഡോക്ടറേറ്റ് ഉള്ള ഒരേ ഒരു മിമിക്രിക്കാരനാണ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണ്. ഇപ്പം ഓർക്കുമ്പോ തന്നെ സങ്കടം വരുന്ന ഒരു നാമവും ആ നാമം പേർന്ന മുഖവുമാണ് സിദ്ദിഖ്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. ഞാൻ ഫീൽഡിൽ വന്നപ്പോ തൊട്ട് കാണുന്ന ചേട്ടന്മാരും ചേച്ചിമാരും വിനാശകാലേ വിപരീത ബുദ്ധി. നെഞ്ചിൽ കുടിയിരിക്കും അരുമയാർന്ന രസികന്മാരെ. ഞാൻ ടൂവിനടുത്ത് ഒരു കാര്യം പറഞ്ഞു, നീ സൂപ്പർ സ്റ്റാർ. മായും HROTTയും ഇനിയും പ്രോഗ്രാമുകളായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഷുവർ. ഇപ്പോൾ നമ്മൾ പല ലീഡർമാരും പല കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പല ലീഡർമാരും പല വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് പല വാക്കുകൾ പറയുന്നുണ്ടാവും. ഈ വാക്കുകൾ പറയുന്നതുകൊണ്ടോ ഇവരെ പിറകിൽ പോവുകയോ ഇവരെ പ്രലോഭനമായിട്ട് നമ്മൾ ഒന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ കമ്പനിയുടെ തിരിച്ചു വരവാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് ഇവന്മാർ പറയുന്ന പോലെ നിങ്ങൾ ലീഡർമാർക്ക് പോയി അവരെ തല്ലുക, അല്ലെങ്കിൽ ഇവരെ ചെയ്യൂ, അല്ലെങ്കിൽ നമ്മൾ അവരെ പോയി കാണുക, അതൊന്നുമല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അവന്മാർക്ക് ഇവരെന്താ വേണ്ടത്? യുവന്മാർ നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ ഇവരുടെ കമ്പനിയിൽ പോയ ആൾക്കാരെ പോയി തല്ലുക അല്ലെങ്കിൽ വർത്താനം പറയുകയോ ചെയ്താൽ അതൊരു സോഷ്യൽ മീഡിയ ഒന്നും കൂടെ വാർത്ത ഉണ്ടാക്കുക. ഒന്നും കൂടെ സോഷ്യൽ മീഡിയയിൽ ഇവന്മാരിപ്പോൾ 3-4 ആൾക്കാർ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അടുത്ത വാർത്തകൾ ആദ്യം ഒന്നും കൂടി നമ്മൾ ഈ ഒരു കേസിൻ്റെ ആസ്പദമായി നടക്കുന്ന സമയത്ത് മറ്റൊരു ചാനൽ കൂടി ഒന്നും കൂടെ നമ്മളെ കമ്പനിയെ ഒന്ന് വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ നിങ്ങളെല്ലാവരും കാണുക. ഈ ഒരു ടീമിനെ, സോഷ്യൽ മീഡിയ ടീമിനെയും ഈ ഒരു രാഷ്ട്രീയ ടീമിനെയും തിരിച്ചറിയുക. അന്യനായിട്ടല്ല വന്നത്, യന്ത്രനായിട്ട് ഈ സിസ്റ്റത്തിനകത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഷോകളിലായിട്ടും അല്ലെങ്കിൽ സ്ക്രീനിലൊക്കെ ആയിട്ടും ഞാൻ കണ്ടിട്ടുള്ള, ഇഷ്ടപ്പെട്ടിട്ടുള്ള, ആരാധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ മായിലുള്ള ഭൂരിഭാഗം ആൾക്കാരും.
നമ്മൾ വന്ന ഫീൽഡ് അത് തന്നെ ആയതുകൊണ്ട് തന്നെ അത് എത്ര പ്രായമാണെങ്കിലും അത് തീർച്ചയായിട്ടും അത് ബ്ലഡിലുള്ളത് തന്നെയാണ്. സ്റ്റേജ് പരിപാടിക്ക് ഡോക്ടറേറ്റ് ഉള്ള ഒരേ ഒരു മിമിക്രിക്കാരനാണ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണ്. ഇപ്പം ഓർക്കുമ്പോ തന്നെ സങ്കടം വരുന്ന ഒരു നാമവും ആ നാമം പേറുന്ന മുഖവുമാണ് സിദ്ദിഖ്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. ഞാൻ ഫീൽഡിൽ വന്നപ്പോ തൊട്ട് കാണുന്ന ചേട്ടന്മാരും ചേച്ചിമാരും വിനാശകാലേ വിപരീത ബുദ്ധി. നെഞ്ചിൽ കുടിയിരിക്കും അരുമയാർന്ന രസികന്മാരെ. ഞാൻ ടൂവിനടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഇടേ നീ സൂപ്പർ സ്റ്റാർ. മായും HRODയും ഇനിയും പ്രോഗ്രാമുകളായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഷുവർ